ഏവർക്കും സ്വാഗതം. ഒരു പ്രതികരണത്തോട് പ്രതികരിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം മിസ്റ്റർ P.E. തോമസുമായുള്ള സംഭാഷണത്തെ മതം പൈശാചികമാണ് എന്ന ശീർഷകത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കിട്ടതിനോട് ലഭിച്ച ഒരു പ്രതികരണമാണ് പ്രതിപാദ്യ വിഷയം. അതിനോട് 13 പേർ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ചർച്ചയിൽ പ്രധാനമായും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബിന്നി തോമസ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ പ്രതികരണത്തോടാണ്. അദ്ദേഹം ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ വളരെ താല്പര്യത്തോടെ, വളരെ നിരന്തരം, ഒരുപക്ഷെ ഒരു വീഡിയോ പോലും നഷ്ടപ്പെടുത്താതെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്. ആത്മീയമായ ബോധമുള്ള, അറിവുള്ള, പക്വതയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഞാൻ വളരെ താല്പര്യത്തോടും പ്രതീക്ഷയോടും കൂടെ മാത്രമാണ് പരിഗണിക്കാറുള്ളത്, വായിക്കാറുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോട് പ്രതികരിക്കേണ്ട ഒരു കടമയുണ്ട്. അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും എന്നതുകൊണ്ട് മാത്രം. എന്നാൽ ഞാൻ ആ പ്രതികരണം വായിച്ച് നിർത്തേണ്ടിടത്ത് നിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. വളരെയധികം ഗൗരവത്തിൽ കാണേണ്ട വിഷയം, അതിന് യാതൊരു സംശയവുമില്ല. മിസ്റ്റർ തോമസ് സംഭാഷണത്തിൽ കൂടെ അവതരിപ്പിച്ച വിഷയം അദ്ദേഹം 25 വർഷങ്ങൾ കൊണ്ട് ചിന്തിച്ച് ചില തീരുമാനങ്ങളിലൊക്കെ എത്തി അദ്ദേഹത്തെ വളരെ അധികം വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബിന്നി തോമസ് വളരെ ശരിയാണ് പറയുന്നത്, വളരെയധികം ഗൗരവത്തിൽ കാണേണ്ട വിഷയം. ഈ വിഷയം അതർഹിക്കുന്ന ഗൗരവത്തിൽ സാധാരണ കാണപ്പെടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എൻ്റെ സമീപനം എന്താണ് എന്ന് ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ടോ അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ചില ആശയങ്ങൾ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുക എന്നതല്ല. എൻ്റെ മൂലമായ അടിസ്ഥാനപരമായ ദൗത്യം ചിന്തിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലെങ്കിലും നിർമ്മിച്ചെടുക്കുക, വളർത്തിയെടുക്കുക എന്നതാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം പ്രകോപിപ്പിച്ചാൽ മാത്രമേ സാധാരണ ആളുകൾ ചിന്തിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ഒന്നും തന്നെ ആത്യന്തികമായ സത്യമല്ല എന്ന് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പ്രകോപിപ്പിച്ച ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതലായി ചിന്തിക്കുന്നതിനും മുൻപോട്ട് പോയി അന്വേഷിക്കുന്നതിനും എല്ലാ കഴിവുകളുമുള്ള അങ്ങനെയുള്ളവർ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ളവരെ ഏമിക്കും, അവരെ നിർബന്ധിക്കും എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് പല കാര്യങ്ങളും ഞാൻ മനഃപൂർവ്വം എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് എന്നീ സമയത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയാണ് നമുക്ക് മനസ്സിൽ കുറിച്ച് വെക്കാം, ആ ഒരു വീഡിയോയിൽ കൂടെ അവതരിപ്പിച്ച കാര്യങ്ങൾ വളരെ ഗൗരവമേറിയ വിഷയമാണ്. രണ്ടാമത്തത് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിൻ്റെ സാക്ഷിയായി തീരുകയാണ് വേണ്ടത്. 100% ശരിയാണ്. പക്ഷേ മിസ്റ്റർ തോമസ് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് വളരെ വളരെ ക്ലേശകരമായ കാര്യമാണ്. തോമസ് അത് പറയുന്നതിന് മുൻപേ സോറൻ കീർക്കെഗാർഡ് എന്ന് പറയുന്ന ഡച്ച് ഫിലോസഫർ വളരെ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ലോകത്തിലെ ഏറ്റവും ക്ലേശമേറിയ ലക്ഷ്യമെന്നത് ഒരു മനുഷ്യൻ യേശുവിനെ പോലെ തീരുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്ന ഈ തരുണത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ന് ജീവനില്ലാത്ത ജീവിതമാണ് ഞാൻ അടങ്ങുന്ന സഭകളിൽ കാണുന്നത്. 100% ശരിയാണ്. ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് വളരെ സന്തോഷവും പ്രത്യാശയും നൽകാൻ പര്യാപ്തമാണ്. ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളനിൽ ജീവനില്ലേ പഴനെ എന്ന് നമ്മൾ പാടാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. പക്ഷെ അത് പാട്ടിൽ മാത്രം ഒതുക്കി നിർത്തി. എന്നാൽ ഇപ്പോൾ പൊതുവായ ധാരണയിൽ അത് എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് ജീവനില്ലാത്ത ജീവിതമാണ് ഞാൻ അടങ്ങുന്ന സഭകളിൽ
കാണുന്നത്. അതിന് മെത്രാനെയോ പട്ടക്കാരെയോ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇവിടെയാണ് ചോദ്യം. എനിക്ക് എൻ്റെ സഹോദരനായ സുഹൃത്തായ ബെന്നിയോട് ചോദിക്കാനുള്ള, പിന്നെ ആരെയാണ് നാം കുറ്റപ്പെടുത്തേണ്ടത്? മെത്രാൻ്റെയും, ഞാനൊരു കത്തനാരായിരുന്നു, കടമ എന്താ? പൗരോഹിത്യ ചുമതലയിരിക്കുന്ന ആളുടെ കടമ എന്താണ്? സത്യവിശ്വാസത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഒരു ബിഷപ്പിൻ്റെ കടമ. അതുകൊണ്ട് ബിഷപ്പ് സ്ഥാനത്തൊക്കെ കയറിയിരിക്കുന്ന ആളുകൾ അതിനെ കൊച്ചാക്കാതെ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനോട് നീതി പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ യാതൊരു ശ്രമവും ഈ കാലത്ത് നടത്താതെ മെത്രാനായി കഴിഞ്ഞാൽ കുപ്പായത്തിന് നിറം മാറി എന്നതുകൊണ്ട്, ഏതോ ഒരു കഥയിൽ കുറുക്കൻ നീലച്ചായത്തിൽ വീണു, അന്ന് തൊട്ട് അവൻ രാജാവായെന്ന് പറയുന്നത് പോലെ നിറം മാറിയത് കൊണ്ട് ഞാൻ എൻ്റെ സ്വർഗത്തിൽ നിന്ന് പൊട്ടിമുളച്ച് വീണതാണ് എന്ന വിധത്തിൽ നടക്കുന്ന മെത്രാൻ ഭൗതികമായ താല്പര്യങ്ങൾ മാത്രം, രാജാക്കന്മാരെ പോലെ ജീവിക്കണം, എവിടെ പണം കണ്ടാലും കൈയിട്ട് വാരണം, ആളുകളുടെ മേക്കിട്ട് കയറണം, ഇങ്ങനെ മാത്രം കഴിയുന്ന, അതാണ് ഒരു മെത്രാനായാൽ അദ്ദേഹത്തിൻ്റെ ആനുകൂല്യം, അവകാശം, എൻറ്റൈറ്റിൽമെൻറ്റ് എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെയല്ല പിന്നെ ആരെയാണ്? കപ്പ്യാരെയാണോ പറയേണ്ടത്? അല്ലെങ്കിൽ സഭയിൽ തുറന്നൊരു അഭിപ്രായം പോലും പറയാൻ അവകാശമില്ലാത്ത അയ്മേനെയാണോ ഞാൻ കുറ്റം? ആരെയാണ് വിമർശിക്കേണ്ടത്? മെത്രാനെ വിമർശിക്കാതെ ആരെയാണ് വിമർശിക്കേണ്ടത്? ഇപ്പോൾ ഒരു രോഗി ചികിത്സയ്ക്കുള്ളിൽ മരിച്ചുപോയി. ആ രോഗി അങ്ങനെ മരിച്ചു പോയതിൽ ആ സ്ഥലത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് വിമർശിക്കേണ്ടത്? ആ രോഗിയെ ചികിത്സിച്ച ഡോക്ടറെയാണ് വിമർശിക്കേണ്ടത്? ദയവായി ഒന്ന് നമുക്ക് പരസ്പരം ഒരു സംവാദം എന്ന നിലയിൽ, ഞാൻ വാഗ്വാദത്തിനല്ല, നമുക്ക് യുക്തിസഹജ ചിന്തിക്കണം. ആരാണോ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്, എന്തിനെ പറ്റിയാണോ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്, ആ ചുമതല നിർവഹിക്കുന്നതിൽ പാളിച്ച വന്നാൽ ചുമതല ഏറ്റെടുക്കുകയും അങ്ങനെ ചുമതല ഏറ്റെടുക്കുന്നത് കൊണ്ട് വലിയ വലിയ ആനുകൂല്യം അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം. അതൊരു അടിസ്ഥാന കടമയാണ്, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കടമയാണ്. അതാണ് എനിക്ക് ബിന്നിയോട് പറയാനുള്ളത്. എന്നാൽ അദ്ദേഹം പറയുന്നതിനകത്തൊരു സത്യമുണ്ട്. മെത്രാനെ അല്ലെങ്കിൽ കത്തനാരെ വിമർശിച്ചത് കൊണ്ട് മാത്രമായില്ല, 100% ശരിയാണ്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എനിക്കറിയാം. തികച്ചും 100% സതുദ്ദേശത്തോടെ മാത്രമേ നാളിന്ന് വരെ ബിന്നി പ്രതികരിച്ചിട്ടുള്ളവർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്പം മനസ്സിലാക്കാനുള്ള ത്രാണി എനിക്കുണ്ട്. അവിടെ ഞാൻ ബിന്നിയോട് 100% യോജിക്കുകയാണ്. ഇങ്ങനെ വിമർശിച്ചതുകൊണ്ട് പോരാ, നമുക്ക് ജീവിക്കാൻ ഒക്കുമോ എന്ന് കാണിച്ചു കൊടുക്കണം. അത് വളരെ വളരെ ശരിയാണ്. എന്ന് മാത്രവുമല്ല, യേശുവിൻ്റെ പഠിപ്പീരുകൾ എന്താണെന്നും യേശു കാണിച്ച മാർഗം എന്താണെന്നും അറിയാൻ മെത്രാന് താല്പര്യമില്ല, കത്തനാർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന അവസ്ഥ പാടില്ല. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകണം. അതാണ് ഇന്നത്തെ പോം വഴി. ഞാൻ ചരിത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ലോകത്തിലെ ഒരു സ്ഥാപനവും അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അതിലെ നേതാക്കന്മാരെ ഗുണദോഷിച്ച് മനം മാറ്റി മെച്ചപ്പെടുത്തിയിട്ടില്ല. ലോകത്തിൽ ആരെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകളിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ്. തലപ്പത്തിരിക്കുന്ന ആരും മാനസാന്തരപ്പെട്ടിട്ടില്ല. അവർ പരിചയിച്ച വഴി, അവർക്ക് ലാഭം വരുന്ന വഴി അവർ ഉപേക്ഷിച്ചിട്ടുമില്ല. പിന്നെ പൊറുതി മുട്ടി സഹിക്കാൻ ഭേദാകുമ്പോൾ ആളുകൾ വേറെ ഉള്ളിടത്തും പോയി അവരുടെ കാര്യം നോക്കുന്നു എന്നതല്ലാതെ ലോകത്തിലെ ഒരു സ്ഥാപനവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരും നന്നാക്കാൻ, no institution in the world has ever been reformed from within an institution or a movement or a church. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. ഞാൻ വളരെ വളരെ അന്വേഷിച്ച് ഉത്തരവാദിത്വബോധത്തോടാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു 40 വർഷം സഭയ്ക്കുള്ളിൽ നിന്ന് നവീകരണത്തിന് വേണ്ടി ശ്രമിച്ച ശേഷമാണ് യാതൊരു മാർഗം, യേശു പരാജയപ്പെടുത്ത മേഖലയിൽ ഞാൻ വിജയിക്കുകയില്ല, അതുകൊണ്ട് വെളിയിൽ വന്നെങ്കിലും ഉള്ള സത്യം വിളിച്ചു പറയാൻ നോക്കുമോ എന്ന അന്വേഷണത്തിലാണ് ഞാൻ 7 വർഷം മുൻപ് സഭയുടെ ഈ
എഴുത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇനി അദ്ദേഹം പിന്നെ പറയുന്നത്, ഈ സംവിധാനങ്ങൾ കൂടി ഇല്ല എങ്കിൽ കൂടുതൽ ആളുകളും ദൈവത്തിലേക്ക് തന്നെ അടുത്തു വരുവാൻ സാധ്യത കുറവായിരിക്കും. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കൂടുതൽ വ്യക്തികൾ ദൈവത്തെ അറിയുമായിരുന്നു. കാരണം ബിന്നി പറയുന്നത് ആത്മാർത്ഥം കൊണ്ടാണെങ്കിലും അതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ദൈവം നമ്മുടെ മെത്രാന്മാരെയും കർദിനാൾമാരെയും മാത്രം ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇവരില്ലെങ്കിൽ ദൈവം വഴിമുട്ടിപ്പോകും. യേശു ഹോശന്നാ ഞായറാഴ്ച ആയിരുന്നു നമ്മൾ ആഘോഷിക്കുന്ന സംഭവം. യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ ജനം ആർത്ത് വിളിക്കുമ്പോൾ പരീശന്മാരൊക്കെ വന്ന് അവരോട് മിണ്ടാതിരിക്കാൻ പറയും. നീ പറയണമെന്ന് വെച്ചു യേശു അവരോട് പറഞ്ഞൊരു കാര്യം അതാണ്, അവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് ഘോഷിക്കുമെന്ന് പറയുന്നു. അതിനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. ഈ ദൈവത്തെ നമ്മൾ കൊച്ചാക്കുക. നമ്മുടെ സഭകളിൽ കൂടി മാത്രമേ ദൈവത്തിന് നിലനിൽപ്പുള്ളൂ. മനുഷ്യരുടെ ബോധതലത്തിൽ ദൈവത്തിന് സ്ഥാനം ഉണ്ടാകണമെങ്കിൽ ഈ സഭകൾ വേണം. ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഈ സഭകൾ ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനികൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു പോയതിനെ. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഒന്ന് ചുണ്ടുപിടിപ്പിക്കാനായിട്ട് പറയുകയാണ്. വേദപുസ്തകമുണ്ട്, മനുഷ്യർക്ക് സാമാന്യ ബുദ്ധിയുമുണ്ട്. എനിക്കറിയാം, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ച കാലത്ത് എൻ്റെ മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ട പൊട്ടത്തരങ്ങൾ എത്ര ഭീകരമാണ്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് അതൊക്കെ തിരിച്ചറിയാൻ എനിക്ക് ഇടയായത്. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വളരെ താല്പര്യത്തോടെ സഭയിൽ നിന്നു, വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു, ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ചു. ഈ കാലമൊക്കെയും എൻ്റെ കാഴ്ചപ്പാട് കൂടുതൽ പരിമിതപ്പെടുകയും എൻ്റെ മനുഷ്യത്വം കൂടുതൽ നിർജ്ജീവമായി തീരുകയും ചെയ്തതല്ലാതെ എനിക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും തോമസ് എന്ന അച്ഛനെ. ഓർത്തഡോക്സിലെ അല്പം ആത്മാർത്ഥയുള്ള അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് അദ്ദേഹവും ഞാനും ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനായി ക്ഷണിക്കപ്പെട്ടു. എനിക്ക് മുമ്പ് അദ്ദേഹമാണ് പ്രസംഗിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ നന്മയുടെ നാമ്പുണ്ടെങ്കിൽ അതുപോലെ നുള്ളിക്കളയുന്ന അവസ്ഥയാണ് സഭകളിൽ നിന്നുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. അന്ന് അവിടെ കേട്ടിരുന്നവരൊക്കെ അത് ഓർത്തിരിക്കുമെന്നാണ് ഞാൻ. അപ്പം ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. സഭകളെ കൊണ്ടാണ് മനുഷ്യർ ദൈവത്തെ അടുക്കുന്നതെന്ന് പറയുമ്പോൾ അനുഭവത്തിൽ കൂടെ അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ, ഇപ്പം സഭകൾ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ കേരളം രക്ഷപ്പെട്ടു പോയത്. സഭകൾ വളരും തോറും വർദ്ധിക്കും തോറും ക്രിസ്ത്യാനിയുടെയും ഒരു സമൂഹത്തിൻ്റെയും ധാർമ്മികമായ നിലവാരം കൂടുതൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു, നിയറർ ടു ചർച്ച് ഫാർദർ ടു ഗോഡ്. സഭയോട് അടുക്കും തോറും, പള്ളിയോട് അടുക്കും തോറും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകർന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാനുണ്ടാക്കിയ ആപ്തവാക്യമല്ല, കഴിഞ്ഞ 70 വർഷമായിട്ട് ഞാൻ കേൾക്കുന്ന ആപ്തവാക്യമാണ്. ഇത് ആരോ ബുദ്ധിയുള്ള അനുഭവത്തിൽ നിന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഒന്ന് ബിന്നി മാത്രമല്ല, നമ്മളെല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കണം. മനുഷ്യന് മാറണം. എൻ്റെ ജീവിതത്തിലൂടെ, ചിന്തയിലൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ 10% യഥാർത്ഥമാക്കാൻ പറ്റിയാൽ വളരെ ശരിയാണ്. പക്ഷെ അതിന് കർത്താവിൻ്റെ വാക്കുകൾ അദ്ദേഹം പഠിപ്പിച്ചത് എന്താണ് ഇത് മനസ്സിലാക്കാനും ശ്രമം നടത്തണ്ടേ. ഞാൻ സത്യമായി നിങ്ങളോട് പറയും, നമ്മുടെ ഇടയിൽ വലിയ കൺവെൻഷൻ നടക്കുന്നു, ബൈബിൾസ് നടക്കുന്നു, ധ്യാനങ്ങൾ നടക്കുന്നു. ഇതുകൊണ്ടൊക്കെ യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്നത് കൂടുതൽ കുഴിച്ചു മൂടപ്പെടുകയാണ്. യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഇന്ന് ഒട്ടുമുക്കാലും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം യേശുവിൻ്റെ ആത്മീയ ദർശനത്തെയും ആശയങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടി താല്പര്യത്തോടെ ശ്രമിക്കുന്നവർ നമ്മുടെ ഇടയിൽ നന്നേ കുറവാണ്. ഞാൻ അരനൂറ്റാണ്ടായിട്ട് ഇതിനുവേണ്ടി അഹോരാത്രം അധ്വാനിച്ചിട്ടും അത് എൻ്റെ മണ്ടത്തരം കൊണ്ടായിരിക്കും, എനിക്ക് ഇന്നും വലിയ പിടിയൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുമ്പിൽ അന്താളിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. യേശുവിൻ്റെ ഓരോ വാക്ക്, ഓരോ ഉപമ, ഓരോ പ്രസ്താവന, അതിൻ്റെ ആഴങ്ങൾ കണ്ടിന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതിനോട് അല്പം ബോധമുള്ളവന് പിന്നെ പ്രസംഗിക്കാനൊക്കത്തില്ല. ഞാൻ വചന ശുശ്രൂഷ നിർത്താൻ ഒരു കാര്യം, ഇത് മനസ്സിലായി തുടങ്ങിയപ്പോൾ അയ്യോ ഇതുവരെ പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരമായിരുന്നല്ലോ എന്ന ഒരു മനസ്താപം കൊണ്ടാണ് ഞാൻ ഇനിയും കൺവെൻഷൻ പ്രസംഗിക്കത്തില്ല, വചന ശുശ്രൂഷ
അതിനുള്ള യോഗ്യത പ്രാപിക്കുന്നവരെ ആ വാ തുറക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറിയത്. അപ്പം ഇത് മനസ്സിലാക്കുക. അറിയാത്ത കാര്യം ഇപ്പം ബിന്നി പറയുന്നത് യേശുവിൻ്റെ പഠിപ്പുകളുടെ 10% നമുക്ക് നമ്മുടേതാക്കി തീർത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ശരിയാണ്. പക്ഷേ ഈ 10% മനസ്സിലാക്കിയിട്ട് വേണ്ട അംഗീകരിക്കാൻ. മനസ്സിലാക്കാത്ത കാര്യം നാം എങ്ങനെയാണ് നടപ്പാക്കുന്നത്? അതുകൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പുകളിലേക്ക് മടങ്ങി വരിക, റിട്ടേൺ ടു ജീസസ്, ബാക്ക് ടു ജീസസ് എന്ന മുദ്രാവാക്യം ഞാൻ അനേകം നാളുകളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ വിഷയം വളരെ ഗൗരവത്തോട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്പം ലാഘവത്തോടു കൂടെയാണ് ഞാനും തോമസുമായിട്ടുള്ള സംഭാഷണം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അത് മതമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഗൗരവം. എന്തിനു വേണ്ടിയാണ് ഗൗരവം എനിക്ക് മനസ്സിലാകുന്നത്. യേശു അങ്ങനെ വലിയ ഗൗരവമൊന്നും നടിച്ച ആളായിരുന്നില്ല. അവൻ കുട്ടികളുടെ കൂടെ കളിച്ചു. യോഹന്നാൻ സ്നാപകരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജീവിച്ചു. അപ്പോൾ യേശു പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ തിന്നാതെയും കുടിക്കാതെയും വന്നു, അവന് ഭൂതമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും വന്നു, അവൻ പാപിയാണ് നിങ്ങൾ പറയുന്നു. രണ്ടു വിധത്തിൽ ഏതായാലും കുഴപ്പമാണ്. അപ്പോൾ അല്പം നർമ്മബോധത്തിലൊക്കെയാണ് യേശു സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ല യേശു സംസാരിച്ചത്, വളരെ ലാഘവത്തോടു കൂടെ തന്നെ. പക്ഷേ ആശയം വരുമ്പോൾ അത് ദൈവികമായ ആശയം തന്നെയായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള താല്പര്യം ക്രിസ്ത്യാനിക്ക് ഇല്ലാതെ പോയി എന്നതാണ് നമ്മുടെ ദുരവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല, യാതൊരു സംശയമില്ല. നമുക്ക് സുബോധം വന്നേ പറ്റൂ, 100% ശരിയാണ്. നമുക്കിപ്പോൾ സുബോധമില്ല. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും ഉള്ള 2 സംഭവങ്ങൾ, അതായത് നഷ്ടപ്പെട്ടു പോയ മകൻ, മുടിയനായ പുത്രൻ്റെ ഉപമ, മറ്റേത് ഭൂതഗ്രസ്തനെ പുറത്താക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം, അവർക്ക് 2 പേർക്ക് സുബോധം വന്നെന്നാണ് പറയുന്നത്. വളരെ അപൂർവം അവസരങ്ങളിൽ മാത്രമേ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ മനുഷ്യർക്ക് സുബോധം വന്നെന്ന് എഴുതിയിട്ടുള്ളൂ. കാരണം എന്താ അറിയാം, വളരെ വിരളമായിട്ട് മാത്രമേ മനുഷ്യർക്ക് സുബോധം ഉദിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ കഴിയുമെങ്കിൽ സുബോധം വരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. സുബോധത്തിൽ നിന്ന് എങ്ങനെ ഒളിച്ചോടി പോകാം എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ താല്പര്യം. അതുകൊണ്ടാണ് യേശു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം സുബോധം വരാൻ മനുഷ്യർക്ക് പൊതുവെ താല്പര്യമില്ല. ബോധമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതാണ് എനിക്ക് നന്ന് എന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. കാരണം സുബോധം ആവശ്യമില്ലാത്ത മനുഷ്യൻ ഇരുകാലിയാണെങ്കിലും അവൻ പന്നിയെ പോലെയാണ് എന്നതാണ് യേശുവിൻ്റെ പക്ഷം. അത് കേൾക്കാൻ സുഖമില്ലെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ സുബോധം വന്നേ പറ്റൂ, ശരിയാണ്. പക്ഷേ ചില പ്രയാസമാണ്, പിന്നെ മനസ്സിലാക്കിയേ പറ്റൂ. എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയട്ടെ. നമുക്ക് ഏവർക്കും കഴിയേണ്ടതാണ്. അത് കലറങ്ങിയായിട്ട് പിതാവിനും കഴിയണം. അവസരം കിട്ടിയാൽ ഉടനെ ശത്രുത ഉണ്ടാക്കും. അങ്ങനെ ശത്രുത ഉണ്ടാക്കിയാൽ സംഘപരിവാർ എന്നെ കൂടുതൽ സ്നേഹിക്കും, എനിക്ക് കുറച്ചുകൂടെ സംരക്ഷണം കിട്ടും എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ഈ ലിവിങ് സെയിൻസ് ആയിട്ടുള്ള നമ്മുടെ മെത്രാന്മാർ. അപ്പോൾ അയൽക്കാരനെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കും. പിന്നെ ബുദ്ധി മോശമായി, അവർ മന്ദബുദ്ധിയാണെന്ന് അവർ പറയുന്നു. ഞങ്ങളും മിടുക്കന്മാർ, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അവർ ചിരിച്ചാൽ തന്നെ അതിൻ്റെ അടിയിലൊരു വാളും കാണും. അതാണ്, അങ്ങനെയാണ് ചരിത്രം, എങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടെ നമുക്ക് ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ അടിമകളായി പോകും. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യശുശ്രൂഷയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചതെന്നറിയാം? അങ്ങനെ മാത്രമേ ജനങ്ങളെ അടിമത്തിൽ നിന്ന് വിടുവിക്കാൻ സാധ്യമാകൂ. മറ്റൊരു മാർഗമില്ല. എന്നാൽ ക്രിസ്ത്യാനിക്ക് ഒട്ടും സഹിക്കാത്തത് ഈ ഉത്ബോധനത്തിൻ്റെ മാർഗമാണ്. അപ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടാൽ, യേശുവിൻ്റെ പഠിപ്പിനെ പറ്റി ഒരു വീഡിയോ ഇട്ടാൽ കൂടിപ്പോയാൽ 200 പേര് 300 പേര് കാണും. അതേസമയം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ചുമ്മാതൊരു വീഡിയോ ഇട്ടു, ചുമ്മാതെ, അതിനകത്ത് ഒരു ചുക്കുമില്ല. എത്ര പേര് കണ്ടെന്നറിയാമോ? 90,000, 91,000 ആളുകൾ കാണും. അപ്പോൾ യേശുവും രാഹുൽ മാങ്കൂട്ടവും തമ്മിലൊരു മത്സരം ഉണ്ടെങ്കിൽ ആര് ജയിക്കും? എൻ്റെ യൂട്യൂബ് സംഗമത്തിൽ നല്ലൊരു ഭാഗവും ക്രിസ്ത്യാനികളാണ്. എല്ലാവരും ക്രിസ്ത്യാനികളല്ല, അത് ഞാൻ സന്തോഷിക്കുന്നു. കാരണം എല്ലാവരും ദൈവമക്കളാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ജാതി മതഭേദമെന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവത്തെ മാത്രമാണ് ഞാൻ അറിയുന്നത്. അവിടെ എല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ച് പരസ്പരമായ സ്നേഹത്തിൽ കഴിയുന്നൊരു കൂട്ടായ്മയായിട്ടാണ് എ ടേബിൾ ഓഫ് തോട്ട് എന്ന ഈ അവസ്ഥയെ ഈ ഒരു അവസരത്തെ ഞാൻ മനസ്സിലാക്കി. അപ്പം അങ്ങനെ നമുക്കറിയാം, ഈ പരസ്പരമായി സ്നേഹിക്കുക എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല. അയൽക്കാരനെ
തിരിച്ചറിയാൻ എളുപ്പമല്ല. നമുക്കറിയാം യഹൂദ മതത്തിൻ്റെ നിയമ പണ്ഡിതനായിരുന്ന മനുഷ്യൻ യേശുവിനെ ഒന്ന് കളിയാക്കാനായിട്ട് ചോദിച്ചാണ്, എൻ്റെ അയൽക്കാരൻ ആരാണ്? അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കാണാപ്പാടും അറിയാം, പക്ഷെ അയൽക്കാരനാണെന്ന് അറിഞ്ഞുകൂടാ. അതാണ് മത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാന്യത. അയൽക്കാരനെ സ്നേഹിക്കണമെന്നൊക്കെ അറിയാം, പക്ഷെ എനിക്ക് അയൽക്കാരനെ കാണാൻ തിരിച്ചറിയാം. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇതെല്ലാം മതത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇത് മുഴുവനും നമുക്ക് മുൻപേ 2000 വർഷങ്ങൾക്ക് മുൻപേ പരിപൂർണമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബോധം വരാൻ താല്പര്യമില്ലെങ്കിൽ ഇവയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയല്ല, മറ്റൊരു മാർഗമില്ല. അങ്ങനെ കണ്ണടച്ചാണ് അവർ നടക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നതാണ്. ആരാണ് ഈ കുരുടന്മാർ? മനഃപൂർവ്വം കണ്ണടച്ച് നടക്കുന്നവരെ പറ്റിയാണ് ഈ കുരുടന്മാരെന്ന് യേശു പറയുന്നത്. അവിടെ കണ്ണു തുറക്കാനായിട്ട് ഞാൻ വന്നെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കണ്ണു തുറക്കേണ്ട ആവശ്യമുണ്ട്. ബില്ലി പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വൈകല്യം, നിവൃത്തി ഉണ്ടെങ്കിൽ എനിക്ക് ബോധം ഉദിക്കരുത്. ബോധം ഉദിച്ചാൽ എനിക്ക് പ്രയാസമായി തീരും. അക്കിത്തം എന്ന് പറയുന്ന മലയാള കവി പറഞ്ഞൊരു മനോഹരമായ വരിയുണ്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന് പറയും. വെളിച്ചം ദുഃഖമാണുണ്ണി, അന്ധകാരമാണ് നമുക്ക് നല്ലത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ സുവിശേഷകൻ പറയുന്നുണ്ടല്ലോ, സർവ്വജനത്തിലും ഉണ്ടാകേണ്ട വെളിച്ചം വന്നുകൊണ്ടിരുന്നു, പക്ഷേ ജനം വെളിച്ചത്തെ വെറുത്ത് അന്ധകാരത്തെ സ്വീകരിച്ചു. കാരണം അവിടെ പ്രവൃത്തി വഷളത്വം നിറഞ്ഞതായിരുന്നു. The light that was to illumine the world was coming into the world, but men preferred darkness to light because their deeds were evil. നമുക്ക് ബോധം വേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബോധം ഉദിച്ചാൽ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പന്നിക്കൂട്ടത്തിൽ നിന്ന് സംഭവിച്ചു, അത് നമുക്ക് സംഭവിക്കും. അത്രമാത്രമേ തൽക്കാലം പറയാനുള്ള അവസരമുള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയിലായിക്കൊള്ളട്ടെ. ഏതായാലും ഇപ്രകാരം ചിന്തോദ്ദീപകമായി ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് പ്രതികരിച്ച ബിന്നി തോമസിനോടുള്ള എൻ്റെ വാത്സല്യം, നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആളുകൾ ഇപ്രകാരം പ്രതികരിക്കണം. അവയെ ആസ്പദമാക്കി നമുക്ക് മുൻപോട്ട് ചിന്തിക്കാനിടയാകും. കൂടുതൽ യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുന്നതിന് ഇപ്രകാരമുള്ള സംവാദങ്ങൾ സഹായിക്കുമെന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി പ്രതികരിക്കുക, ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് വളർച്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.